ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ ലയണൽ മെസ്സിക്ക് ഒടുവിൽ MLS-ൽ നിന്ന് ശിക്ഷ. ഫിലാഡൽഫിയ യൂണിയനെതിരായ മത്സരത്തിനിടെ എതിരാളിയുടെ കഴുത്തിന് പിന്നിൽ കൈകൊണ്ട് അടിച്ചതിനാണ് മെസ്സിക്ക് പിഴ ചുമത്തിയത്. എന്നാൽ പിഴയുടെ തുക MLS പുറത്തുവിട്ടിട്ടില്ല. സംഭവം നടന്നത് ഇന്റർ മിയാമിയും ഫിലാഡൽഫിയ യൂണിയനും തമ്മിലുള്ള 2-2 സമനില മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ്. പന്ത് മറ്റൊരു ഭാഗത്തായിരിക്കെ മെസ്സി ഫിലാഡൽഫിയ താരമായ ക്വിൻ സുള്ളിവനെ സമീപിച്ചു. ഇരുവരും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായതിന് പിന്നാലെ മെസ്സി സുള്ളിവന്റെ കഴുത്തിന്റെ പിന്നിലേക്ക് കൈകൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. സുള്ളിവൻ ഉടൻ തന്നെ മെസ്സിയുടെ മുന്നിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ സംഭവ സമയത്ത് റെഫറി ഫിലിപ്പ് ഡുജിച്ചിന്റെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നീട് അവിടെ എത്തി താരങ്ങളെ പിരിച്ചുവിട്ടെങ്കിലും മെസ്സിക്കോ സുള്ളിവനോ കാർഡ് നൽകിയില്ല. എന്നാൽ അതേ മത്സരത്തിന്റെ സ്റ്റോപ്പേജ് ടൈമിൽ ഉണ്ടായ മറ്റൊരു സംഘർഷത്തിൽ കാവൻ സുള്ളിവനും ഇന്റർ മിയാമിയുടെ യാനിക് ബ്രൈറ്റും ചുവപ്പ് കാർഡ് ലഭിച്ചു. പക്ഷേ റഫറി സംഭവം കാണാതെ പോയി എന്നത് ശിക്ഷയിൽ നിന്ന് മെസ്സി രക്ഷപ്പെടാനുള്ള കാരണമായില്ല. മത്സരത്തിന് ശേഷം വീഡിയോ പരിശോധിച്ച MLS ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് നടപടി സ്വീകരിച്ചത്. എതിരാളിയുടെ ഫേസ്, ഹെഡ്, നെക്ക് ഭാഗങ്ങളിൽ കൈ ഉപയോഗിക്കുന്നതിനായ MLS നയത്തിന്റെ ലംഘനമായാണ് സംഭവം കണക്കാക്കിയത്. ഇവിടെയാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്. മെസ്സിക്ക് റഫറിമാരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടോ? ഇത് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയല്ല. പക്ഷേ മെസ്സിയെ ചുറ്റിപ്പറ്റി റഫറി ഫേവറിറ്റിസം എന്ന ആരോപണം പുതിയതുമല്ല. പ്രത്യേകിച്ച് അർജന്റീനയുടെയും മെസ്സിയുടെയും മത്സരങ്ങളിൽ ചില റഫറിംഗ് ഡിസിഷൻ സോഷ്യൽ മീഡിയയിലും ഫുട്ബോൾ ആരാധകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇസ്മയിൽ എൽഫാത്ത് എന്ന റഫറിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മെസ്സി ഉൾപ്പെട്ട എൽഫാത്ത് ഒഫീഷ്യേറ്റ് ചെയ്ത മത്സരങ്ങളിൽ മെസ്സിയുടെ ടീമിന് മികച്ച റെക്കോർഡെന്നാണ് ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 2022 വേൾഡ് കപ്പ് ഫൈനലിൽ എൽഫാത്ത് ഫോർത്ത് ഒഫീഷ്യലായിരുന്നു. പിന്നീട് മെസ്സിയുടെ ഇന്റർ മിയാമി ഉൾപ്പെട്ട മത്സരങ്ങളിലും അദ്ദേഹം റഫറി ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കണക്കുകൾ മാത്രം ഉപയോഗിച്ച് ഫിഫ അല്ലെങ്കിൽ റഫറിമാർ മനഃപൂർവ്വം മെസ്സിയെ സഹായിക്കുന്നു എന്ന് പറയാൻ തെളിവില്ല. റിപ്പോർട്ടുകൾ പോലും ഇതുവരെ റോങ് ഡൂയിന്റെ കൺക്ലൂസീവ് എവിഡൻസ് ഇല്ലെന്നാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഇത്തരം സംശയങ്ങൾ ഉയരാനുള്ള കാരണം മെസ്സിക്ക് ചുറ്റുമുള്ള ചില കോൺട്രവേഴ്ഷ്യൽ റഫറി ഇൻസിഡന്റ്സ് തന്നെയാണ്. ഈ വർഷം തന്നെ LAFCക്കെതിരായ മത്സരത്തിന് ശേഷം മെസ്സി മാച്ച് ഒഫീഷ്യൽസിനെ പിന്തുടർന്ന് റഫറി ഏരിയ ഭാഗത്തേക്ക് പോകുന്ന വീഡിയോ വലിയ ചർച്ചയായിരുന്നു. മെസ്സി റഫറി ലോക്കർ റൂമിലേക്ക് കയറിയെന്നായിരുന്നു ആദ്യം ആരോപണം. എന്നാൽ MLS അന്വേഷണ ശേഷം അദ്ദേഹം റഫറി ലോക്കർ റൂമിലേക്ക് പ്രവേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പോയ ഭാഗം റെസ്ട്രിക്ട് ഏരിയ ആയിരുന്നില്ലെന്നും വ്യക്തമാക്കി. അതുകൊണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടായില്ല. അതിനാൽ ഇപ്പോഴത്തെ സംഭവത്തെ മാത്രമെടുത്ത് മെസ്സിയെ റഫറിമാർ രക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. പക്ഷേ മറുവശത്ത് സാധാരണ ഒരു കളിക്കാരൻ എതിരാളിയുടെ കഴുത്തിനു മേലിൽ കൈകൊണ്ടടിച്ചാൽ മത്സരത്തിനിടെ തന്നെ കാർഡ് ലഭിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ആരാധകർക്ക് ചോദിക്കാം. അവിടെ അത്തരമൊരു കാർഡ് ലഭിച്ചില്ല. പിന്നീട് വീഡിയോ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് MLS നടപടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം മെസ്സിയെ വിമർശിക്കുന്നവർക്കും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും ഒരുപോലെ ചർച്ച ചെയ്യാനുള്ള വിഷയമായി മാറുകയാണ്.